അപ്പൊ ഗുഡ് ബൈ 2025 ആൻഡ് വെൽക്കം 2026. അങ്ങനെ 2026 ആയില്ലേ. അപ്പൊ വിഷിംഗ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. എല്ലാവർക്കും ഒരു അടിപൊളി സമാധാനമുള്ള വർഷമാവട്ടെ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഈ പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാൻ നമുക്കൊരു കാർഡ് ഉണ്ടാക്കിയാലോ. അങ്ങനെ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാനുള്ള ടൈം വന്നിട്ടുണ്ടല്ലേ. പൊതുവേ ന്യൂ ഇയർ ആകുമ്പോഴാണല്ലോ നമ്മൾ പലരും പുതിയ റെസൊല്യൂഷൻസ് എടുക്കാറ്. ഹെൽത്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു, ഈ വർഷമെങ്കിലും മുടങ്ങാതെ ജിമ്മിൽ പോകണമെന്ന് പ്ലാൻ ഇടുന്നു. അങ്ങനെ പല പല പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്ന ഒരു ടൈമാണിത്, സ്വാഭാവികം. പക്ഷേ ഈ റെസൊല്യൂഷൻസ് എടുക്കുന്നതിൽ ഒന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ഇത് കൺസിസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് പാട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുന്ന ഈ റെസൊല്യൂഷൻസ് ഒക്കെ ചെറുതായിട്ട് തുടങ്ങാം തുടക്കത്തിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വർഷം ഡെയിലി അരമണിക്കൂർ വെച്ച് എക്സസൈസ് ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടു എന്ന് വെച്ച് ഫസ്റ്റ് ഡേ തന്നെ അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുന്നാൽ കൂടിപ്പോയാൽ ഒരു 5 ദിവസം അതിൽ കൂടുതൽ ഞാൻ ചെയ്യില്ല. ശരീരം അനക്കേ ചെയ്യാത്ത ഞാൻ ആദ്യ ദിവസം തന്നെ അരമണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യാൻ നിന്നാലും അടുത്തോയില്ലേ. അതാണ് സംഭവം. അപ്പൊ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് വിത്ത് 5 മിനിറ്റ്സ്. ഒരു തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ച് തുടങ്ങുക. എന്നിട്ട് പതുക്കെ പതുക്കെ അരമണിക്കൂറാക്കി എടുത്താൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അനുഭവം ഗുരു എന്നാണല്ലോ, ഞാനും അങ്ങനെ പലതും നിർത്തിപ്പോയിട്ടുണ്ട്. എന്തായാലും ഈ വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ റെസൊല്യൂഷൻസ് ഒക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ കാർഡ് സെറ്റ് ആയിട്ട് കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.